പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് AEWൻ്റെ ഓൾ ഇൻ 2024 എന്ന ഷോയുടെ ഷോർട്ട് റിവ്യൂ ആണ്. അപ്പോൾ ഓൾ ഇൻ എന്ന് പറയുന്ന ഷോയുടെ ആദ്യ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ലാഡർ മത്സരമാണ്. AEWൻ്റെ ട്രിയോസ് ചാമ്പ്യൻഷിപ്പ് ആ ഒരു മത്സരം ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. 4 ടീമായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ വിജയിച്ചത് BCC, അതായത് ബ്ലാക്ക്പൂൾ കോമ്പാക്റ്റ് ക്ലബിലെ ക്ലൈർനോ കാസ്റ്റ്നോളി, വില്ലർ യൂട്ട, അതുപോലെ തന്നെ അതിന് പുറത്തുള്ള പാക്ക്, ഇവർ 3 പേരും ടീമായിക്കൊണ്ടാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇവരാണ് ഈ ഒരു ലാഡർ മത്സരത്തിൽ വിജയിക്കുന്നത്. അങ്ങനെ പുതിയ AEWൻ്റെ ട്രിയോസ് ചാമ്പ്യന്മാർ ആകാൻ അവർക്ക് സാധിച്ചു. ഇനി മറ്റു മത്സരങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ AEWൻ്റെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ നിലവിലെ ചാമ്പ്യനായ ടോണി സ്ട്രോമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മരയമ്മെ വിജയിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോറി ലൈൻ പ്രകാരം ഒരു കിടിലൻ മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. മരയമ്മെ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ച് ഈ AEWയിലേക്ക് വന്നതിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് കൂടിയായിരുന്നു ഈ ഒരു വിജയം. ഇനി മറ്റ് മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിങ്ങിൻ്റെ ഒരു തിരിച്ചുവരവ് നമുക്ക് ഈ ഒരു ഷോയ്ക്കിടയിലൂടെ കാണാൻ സാധിച്ചു. TNT ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ AEWയിൽ തന്നെ സ്റ്റിങ്ങിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി അറിയപ്പെടുന്ന ഡെർബി അലിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റിങ് വന്നത്. മത്സരത്തിൽ പക്ഷേ ജാക്ക് പെറി വിജയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ച സ്റ്റിങ്ങിൻ്റെ ഒരു തിരിച്ചുവരവ് ഈ ഒരു ഷോയ്ക്ക് കുറച്ചും കൂടി ശ്രദ്ധ ആളുകളിൽ നിന്ന് നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു മത്സരം, ആ ഒരു ഗോട്ട്ലെറ്റ് മത്സരത്തിൽ റിക്കഷയുടെ ഒരു ഡെബ്യൂ നമുക്ക് AEWന് വേണ്ടി കാണാൻ സാധിച്ചു. റിക്കഷെ ഓൾറെഡി AEWയുമായി സൈൻ ചെയ്തു എന്നുള്ളൊരു വാർത്തയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ അതിന് പ്രകാരം റിക്കഷയുടെ ഒരു ഡെബ്യൂ മത്സരം ഈ ഒരു ഗോട്ട്ലെറ്റിൽ പങ്കെടുക്കുന്നത് കാണാൻ സാധിച്ചു. പക്ഷേ ആ ഒരു ഗോട്ട്ലെറ്റിൽ റിക്കഷയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ക്രിസ്റ്റ്യൻ കേജ് ആണ് ആ ഒരു ഗോട്ട്ലെറ്റ് മത്സരത്തിൽ വിജയിച്ചത്. അതുപോലെ തന്നെ ബ്രേക്കറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മെഴ്സിഡീസ് മണി സാഷ ബാങ്ക്സ് AEWൻ്റെ TBS ചാമ്പ്യൻഷിപ്പ് റീറ്റേൺ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മെഴ്സിഡീസ് മണി നിലവിലൊരു ഹീൽ റെസ്ലറാണ്. അതുപോലെ തന്നെ AEWൻ്റെ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ലണ്ടൻ്റെ സ്വന്തം റെസ്ലറായ വിൽ ഓസ്പ്രെ MJFനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ടൈറ്റിൽ തിരിച്ചെടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. കിടലിനായിട്ടുള്ള ഒരു മത്സരം ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ടൈഗർ ഡ്രൈവർ എന്ന് പറയുന്ന ആ ഒരു മൂവ് ഈ വിൽ ഓസ്പ്രെ തിരികെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് ഈ മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഓൾ ഇൻ ഷോയുടെ മെയിൻ ഇവൻറ്റിനെ സംബന്ധിച്ചാണ്. സെറി സ്ട്രിക്ടനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രയാൻ ഡാനിയൽസൺ AEWൻ്റെ പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു ഷോ അവസാനിക്കുന്നത്. മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷൻ ടൈറ്റിൽ വേഴ്സസ് കരിയർ ആയിരുന്നു. ബ്രയാൻ ഡാനിയൽസൺ പരാജയപ്പെട്ടാൽ ഈ ഷോയുടെ അവസാനം ആ ഒരു റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കണം എന്നായിരുന്നു. എന്നാൽ ഈ ഒരു ഷോ കഴിയുന്നതിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ 2024 അവസാനത്തേടൊക്കെ കൂടി റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതും ബ്രയാൻ ഡാനിയൽസൺ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം തന്നെ ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ടൈറ്റിൽ ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് മത്സരങ്ങളെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഒരു കിടിലനായിട്ടുള്ള ഓവറോൾ നല്ല ഒരു കിടിലൻ പേപ്പർ വ്യൂ നമുക്ക് ഓൾ ഇൻ ഷോയിലൂടെ കാണാൻ സാധിച്ചു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മറ്റ് മത്സരങ്ങളും നടന്നിട്ടുണ്ട്. നമുക്ക് സുപരിചിതമായ കുറച്ച് റെസ്ലൻസിൻ്റെ ഒരു അപ്ഡേറ്റ്സ് പങ്കുവെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.